നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ചോർത്തി നൽകി ലക്ഷങ്ങൾ സമ്പാദിച്ച നാവികസേന ആസ്ഥാനത്തെ ക്ലർക്ക് അറസ്റ്റിൽ. നാവികസേന ആസ്ഥാനത്തെ ഡയറക്ടറേറ്റ് ഓഫ് ടോപ്പ് ഗാർഡിലെ അപ്പർ ഡിവിഷൻ ക്ലർക്കായ വിശാൽ യാദവാണ് പിടിയിലായത്. ഓൺലൈൻ ഗെയിമിനടിമയായ ഹരിയാന സ്വദേശിയായ വിശാൽ പാക് ചാരയ്ക്കാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിവരങ്ങൾ പോലും കേവലം 50,000 രൂപയ്ക്ക് വിശാൽ കൈമാറിയെന്ന് സുരക്ഷാ വിഭാഗം CID IG ആയ വിഷ്ണുകാന്ത് ഗുപ്ത വെളിപ്പെടുത്തുന്നു. ഇന്ത്യക്കാരി എന്ന് നടിച്ച് പാക് വനിത ഫേസ്ബുക്കിലൂടെയാണ് വിശാലുമായി ബന്ധം സ്ഥാപിച്ചത്. പ്രിയ ശർമ്മ എന്ന വ്യാജ അക്കൗണ്ടിൽ നിന്നും ഇവർ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. സൗഹൃദം ദൃഢമായതോടെ വാട്സാപ്പിലായി സംഭാഷണങ്ങൾ. ഇത് മെല്ലെ ടെലിഗ്രാമിലേക്ക് മാറിയെന്നും അന്വേഷണ സംഘം പറയുന്നു. ചെറിയ രഹസ്യങ്ങൾക്ക് 5,000 മുതൽ 6,000 രൂപയാണ് പ്രിയ വിശാലിന് നൽകി വന്നത്. പ്രിയയുടെ പ്രലോഭനത്തിൽ മയങ്ങിയ വിശാൽ അതീവ രഹസ്യ വിവരങ്ങൾ വരെ നേവി ആസ്ഥാനത്ത് നിന്നും ചോർത്തി. വിശാലിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തെളിവ് സഹിതം പിടികൂടുകയായിരുന്നു. ഓൺലൈൻ ഗെയിമുകൾക്ക് വിശാൽ അടിമയായിരുന്നുവെന്നും ഇതും പണത്തിനായുള്ള ആർത്തി കൂട്ടിയെന്നും അന്വേഷണ സംഘം പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയതിന് ലഭിച്ച തുകയ്ക്ക് പുറമെ 2 ലക്ഷത്തോളം രൂപ വിശാലിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പ്രതിഫലം പലതും ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാജസ്ഥാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. 1923 ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരമാണ് ഹരിയാനയിലെ ഒരവാഴിയിലെ പുനിസ്തിക സ്വദേശിയായ വിശാൽ യാദവിനെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘം യാദവിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചു നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയിലെ യുവതിയുമായി സാമൂഹിക മാധ്യമത്തിലൂടെ വിശാൽ യാദവ് ബന്ധം സ്ഥാപിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് CID ഇൻസ്പെക്ടർ ജനറൽ വിഷ്ണുകാന്ത് ഗുപ്ത പറഞ്ഞു. പാകിസ്ഥാനി യുവതിക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന വിശാലിന് തന്റെ ക്രിപ്റ്റോ കറൻസി ട്രെൻഡിംഗ് അക്കൗണ്ടിലൂടെ അമേരിക്കൻ ഡോളറായാണ് പണം കൈമാറിയിരുന്നത്. വിശാലിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടും പണം എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. മെയ് 7 പുലർച്ചെ ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നാവിക പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ വിശാൽ കൈമാറിയെന്നും കണ്ടെത്തി. വിശാലിന്റെ മൊബൈൽ ഫോണിലെ ചാറ്റുകളും രേഖകളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരിശോധനയിൽ നിന്നാണ് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ജയ്പൂരിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വിശാൽ യാദവിനെ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം നടപ്പാക്കിയത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര താവളങ്ങളാണ് ദൗത്യത്തിലൂടെ തകർത്തത്. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചെങ്കിലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെയെല്ലാം തകർക്കുകയായിരുന്നു. പ്രത്യാക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളും ആക്രമിച്ചു.